Good morning students. Welcome to English online class of plus 1 standard. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ 2 പാരഗ്രാഫ് ആയിരുന്നു. അപ്പൊ ആ 2 പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു നോക്കി കാണും എന്ന് വിചാരിക്കുന്നു. അതിലെ പരിചയപ്പെട്ട പുതിയ വാക്കുകൾ നമ്മൾ പറയുകയുണ്ടായി. അപ്പൊ നമ്മൾ എടുത്ത 2 പാരഗ്രാഫിന്റെ എസൻസ്, സാരാംശം എന്ന് പറയുന്നത് എന്തായിരുന്നു? An young seagull was afraid to fly from his ledge. അവൻ ഇരിക്കുന്ന കൂട്ടിൽ നിന്നും ഒരു ചെറിയ കടൽ പക്ഷിക്ക് അവന് പറക്കാൻ ഭയങ്കര പേടി. എന്താണ് കാരണം? Because he is not having the self-confidence to flap his wings and flew away. അവനില്ലാതെ പോയ ഒരു കാര്യം എന്താണ്? ചിറകുകൾ അടിച്ചുകൊണ്ട് അവന് ആകാശത്തിലേക്ക് പറന്നുയരാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല, അല്ലെ? അപ്പൊ ഇങ്ങനെയായപ്പോ ആ യങ് സീകളിനെ അവന്റെ പാരന്റ്സും അതുപോലെ അവന്റെ സിബ്ലിങ്സും, എന്താണ് സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ? കൂടപ്പിറപ്പുകൾ. അവന്റെ സിബ്ലിങ്സും അവന്റെ പാരന്റ്സും അവനെ സപ്പോർട്ട് ചെയ്തിട്ട് അവന് വേണ്ട ഭക്ഷണമൊക്കെ കൂട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണോ ചെയ്തത്? അല്ല, മറിച്ച് അവനെ പറക്കാൻ പ്രേരിപ്പിക്കത്തക്ക രീതിയിൽ അച്ഛനും അമ്മയും എന്ത് ചെയ്തു? They were scolding him, threatening him. അവനെ വഴക്ക് പറഞ്ഞു, അവനെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? You should starve in your ledge unless you flew away. നീ പറന്നു പോകാത്തിടത്തോളം നീ ഈ കൂട്ടിൽ കിടന്ന് പട്ടിണി കിടന്ന് ചാവേണ്ടി വരും എന്നാണ് അച്ഛനും അമ്മയും അവനെ ഭീഷണിപ്പെടുത്തിയത്, അല്ലെ? അപ്പൊ അതുവരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. തുടർന്നുള്ള പാരഗ്രാഫിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് നമ്മുടെ ആ കുഞ്ഞു കടൽ പക്ഷിക്ക് വന്ന മാറ്റം എന്താണ്? വാട്ട് ട്രാൻസ്ഫോർമേഷൻ ഹാഡ് ഹാപ്പൻ ടു ദാറ്റ് യങ് സീഗൾ. ആ കടൽ പക്ഷിക്ക് വന്ന ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് തുടർന്നുള്ള പാരഗ്രാഫുകളിൽ നമ്മൾ വായിക്കുന്നത്. ഓക്കെ, That was 24 hours ago. Third paragraph ആണ്. Since then, nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? That was 24 hours ago. ഇത്രയും നടന്ന സംഭവങ്ങൾ, ഞാൻ മേൽ വിവരിച്ച സംഭവങ്ങൾ, നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ 24 മണിക്കൂറിന് മുൻപ് നടന്ന സംഭവങ്ങളാണ്. അതായത് അച്ഛനും അമ്മയും വന്ന് വഴക്കു പറഞ്ഞു, അവൻ പറക്കാൻ വേണ്ടി ചിറകടിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവന് പറക്കാൻ പറ്റുന്നില്ല. അവന്റെ ആത്മവിശ്വാസം ഇല്ലായ്മ അവനെ വല്ലാതെ തളർത്തി കളഞ്ഞു. ഇത്രയും സംഭവങ്ങൾ 24 മണിക്കൂറിന് മുൻപ് നടന്ന സംഭവങ്ങളാണ്. സിൻസ് ദെൻ അപ്പോൾ മുതൽ കൊണ്ട്, അപ്പോൾ തൊട്ട് nobody had come near him. ആരും അവന്റെ അടുത്തേക്ക് വന്നില്ല. ഓക്കെ, അവൻ പറക്കാൻ യാതൊരു ശ്രമവും എടുക്കാത്തിടത്തോളം അവന്റെ അടുത്തേക്ക് ആരും വരാൻ പോകുന്നില്ല. അച്ഛനും വന്നില്ല, അമ്മയും വന്നില്ല, കൂടപ്പിറപ്പുകളും വന്നില്ല. ദ ഡേ ബിഫോർ, കഴിഞ്ഞ ദിവസം, all day long. What do you mean all day long? All day long, മുഴുവൻ ദിവസവും he had watched. അവൻ എന്താണ് ശ്രദ്ധിച്ചത്? അവൻ എന്താണ് നിരീക്ഷിച്ചത്? വാച്ച് ചെയ്തത്? his parents flying about. അവന്റെ പാരന്റ്സ് പറക്കുകയാണ്. ആരുടെ ഒപ്പം? with his brothers and sister. അവന്റെ ബ്രദേഴ്സിന്റെയും അവന്റെ സിസ്റ്ററിന്റെയും ഒപ്പം, അവന്റെ സഹോദരി സഹോദരന്മാർക്കൊപ്പം അവന്റെ അച്ഛനമ്മമാർ ആകാശത്ത് പറക്കുന്ന കാഴ്ച കഴിഞ്ഞ പകൽ സമയം മുഴുവനും അവൻ നോക്കിക്കൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. എന്താ ചെയ്യുന്ന അച്ഛനമ്മമാർ? പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. അവരുടെ മക്കളെ എന്ത് ചെയ്യുകയാണ്? അതായത് നമ്മുടെ യങ് സീകളിന്റെ കൂടപ്പിറപ്പുകളെ എന്ത് ചെയ്യുന്നു? പറക്കാൻ പഠിപ്പിക്കുന്നു. പെർഫെക്റ്റിംഗ് ദം. വാട്ട് യു മീൻ പെർഫെക്റ്റ്? പെർഫെക്റ്റിന്റെ അർത്ഥം എന്താണ്? കൃത്യത എന്നാണ് പെർഫെക്റ്റിന്റെ അർത്ഥം. വളരെ കൃത്യമായി എങ്ങനെ പറക്കണം എന്നത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സീകളിന്റെ പാരന്റ്സ് അവന്റെ കൂടപ്പിറപ്പുകളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്വന്തം മക്കളെ എങ്ങനെ പറക്കാൻ പഠിപ്പിക്കുന്നു. ടീച്ചിങ് ദം, എന്ത് പഠിപ്പിക്കുന്നു? ഹൗ ടു സ്കിം ദ വേവ്സ്. തിരമാലകളുടെ മുകളിലൂടെ. വേവ്സ് എന്താ അർത്ഥം? വേവ്സ് തിരമാലകൾ, അല്ലെ? ഹൗ ടു സ്കിം ദ വേവ്സ്. സ്കിം പറഞ്ഞാൽ എന്താണ്? തെന്നിമാറുക. തിരമാലകളുടെ മുകളിലൂടെ എങ്ങനെ തെന്നിമാറാം എന്നത് അച്ഛനും അമ്മയും
അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാഴ്ച നമ്മുടെ യങ് സീകൾ അവന്റെ കൂട്ടിലിരുന്ന് മുഴുവൻ നേരവും നോക്കിക്കണ്ടു, നിരീക്ഷിച്ചു. ഹൗ ടു സ്കിം ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. മീനിനെ എങ്ങനെ പിടിക്കാം, കടലിൽ നിന്ന് എങ്ങനെ ഊളിയിട്ട് ഡൈവ് ചെയ്ത് മീനിനെ പിടിക്കാം എന്നുള്ളതും അച്ഛനും അമ്മയും അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. He had in fact seen his older brother catch his first herring and devour it. നമ്മുടെ യങ് സീകൾ കൂട്ടിലിരുന്ന് കണ്ട കാഴ്ച വേറൊരു കാഴ്ച എന്താണ്? ഇൻഫാക്ട്, what do you mean ഇൻഫാക്ട്? യഥാർത്ഥത്തിൽ കൂട്ടിലിരുന്ന് കണ്ട മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇൻഫാക്ട് യഥാർത്ഥത്തിൽ എന്താണ് മറ്റൊരു കാഴ്ച? catch his first herring, അവന്റെ മൂത്ത സഹോദരൻ, എൽഡർ ബ്രദർ, അവന്റെ മൂത്ത സഹോദരൻ catch his first herring, ആദ്യമായി കടൽ മത്സ്യത്തെ പിടിച്ച കാഴ്ച. എന്താണ് ഹെറിങ് എന്ന് പറഞ്ഞാൽ? ഹെറിങ് എന്നുള്ളത് എന്തിനാ പറയുന്നത്? കടൽ മത്സ്യത്തിനാണ് ഹെറിങ് എന്ന് പറയാ കേട്ടോ, സീ ഫിഷ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കടൽ മീനിനെ, ആദ്യത്തെ ഇരയെ അവന്റെ മൂത്ത സഹോദരൻ പിടിക്കുന്ന കാഴ്ച അവൻ കൂട്ടിലിരുന്ന് കണ്ടു. ആൻഡ് ഡിവോർ ഇറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ഡിവോർ? ഡിവോർ മീൻസ് ടു സോളോ, വിഴുങ്ങുക. അതിനെ പിടിച്ച് വിഴുങ്ങുന്ന കാഴ്ച അവൻ കൂട്ടിലിരുന്ന് കണ്ടു. ഈ എൽഡർ ബ്രദർ ഇങ്ങനെ ആദ്യത്തെ ഇരയെ, ആദ്യത്തെ മീനിനെ പിടിച്ച് വിഴുങ്ങിയപ്പോൾ സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, ഒരു പാറയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഹിസ് പാരന്റ്സ് സർക്കിൾഡ് അറൌണ്ട്, അച്ഛനും അമ്മയും എന്ത് ചെയ്യുകയാണ്? വട്ടമിട്ട് പറക്കുകയാണ്. റേസിംഗ് എ പ്രൗഡ് കാക്കിൾ. വാട്ട് ഡു യു മീൻ ബൈ കാക്കിൾ? സീകൾ ഇടുന്ന ശബ്ദത്തിനെയാണ് കാക്കിൾ എന്ന് പറയുന്നത്. എന്താണ് പ്രൗഡ് കാക്കിൾ എന്ന് പറഞ്ഞാൽ? വളരെയധികം അഭിമാനത്തോടുകൂടി, അഭിമാനപൂർവം തങ്ങളുടെ മകൻ ആദ്യത്തെ ഇരയെ പിടിച്ചു, അവൻ ജീവിക്കാൻ പ്രാപ്തനായി എന്ന ബോധ്യം വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ അഭിമാനം എന്താണ്? ഒരു പാറയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? സർക്കിൾഡ് അറൌണ്ട്, വട്ടമിട്ട് പറക്കുകയാണ്. വട്ടമിട്ട് പറക്കുന്നു, അഭിമാനപൂർവ്വം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തങ്ങളുടെ മകൻ ആദ്യമായി ഇരയെ പിടിച്ച ആ ഒരു അഭിമാനം അച്ഛനും അമ്മയും പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ ഇത്രയും കാഴ്ചകൾ നമ്മളുടെ യങ് സീകൾ എവിടെ ഇരുന്നാ കാണുന്നത്? കൂട്ടിലിരുന്നാണ് കാണുന്നത്. ഇത്രയും കാഴ്ചകൾ കണ്ടിട്ടും നമ്മളുടെ യങ് സീകളിന് പറക്കണമെന്നുണ്ട്, കടൽ പക്ഷിക്ക് പറക്കണമെന്നുണ്ട്. പക്ഷേ അവന് പറക്കാൻ, എന്നിട്ടും അവന്റെ ഭയം അവനെ വിട്ടുമാറുന്നില്ല. ഓക്കെ, അപ്പൊ നോക്കൂ, അതുവരെ നമുക്കൊന്നുകൂടി വായിക്കാം. NIOS സ്റ്റുഡൻസ് പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം വാക്കുകളുടെ അർത്ഥം. നിർത്തി ഞാൻ ഒക്കെ മലയാളീകരിച്ച് പറയുന്നുണ്ട്, ഓരോ സെന്റൻസിന്റെയും മലയാളം മീനിങ് പറയുന്നുണ്ട്, കേട്ടല്ലോ. അപ്പൊ അത് നല്ലോണം സശ്രദ്ധം കേട്ട് മനസ്സിലാക്കും, കേട്ടോ. ഒന്നുകൂടി നോക്കിക്കോളൂ. ദാറ്റ് വാസ് 24 hours ago. എന്താണ്? 24 മണിക്കൂർ മുൻപാണ് അച്ഛനും അമ്മയും വന്ന് നമ്മളുടെ യങ് സീകളിനെ ദേഷ്യപ്പെട്ടതും പോയതും ഒക്കെ, അല്ലെ? സോ സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. അപ്പോൾ മുതൽ കൊണ്ട് ആരും അവന്റെ അടുത്തേക്ക് പിന്നെ വന്നിട്ടില്ല. ദ ഡേ ബിഫോർ, കഴിഞ്ഞ ദിവസം, തലേ ദിവസം, ഓൾ ഡേ ലോങ്, ദിവസം മുഴുവനും he had watched his parents. എന്ത് ചെയ്തു നമ്മുടെ യങ് സീകൾ? അവന്റെ പാരന്റ്സിനെ വാച്ച് ചെയ്യുകയാണ്. പാരന്റ്സ് എന്ത് ചെയ്യുകയാണ്? ഫ്ലൈയിങ് അബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. പാരന്റ്സ് തന്റെ കൂടപ്പിറപ്പുകളുടെ കൂടെ, അതായത് അച്ഛന്റെയും അമ്മയുടെയും മറ്റു മക്കൾ, ആ മറ്റു മക്കളുടെ കൂടെ എന്ത് ചെയ്യുന്നു? അവരെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ആകാശത്ത് അവരെ പറക്കാൻ പഠിപ്പിക്കുന്നു. പെർഫെക്റ്റിംഗ് ദം ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. എന്താണ് പറക്കുക എന്ന് പറയുന്നത്? ഒരു ആർട്ടാണ്, ഒരു കലയാണ്. പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അതിവേഗം, അതിദൂരം പറക്കുന്ന പക്ഷികളുണ്ട്, വളരെയധികം സ്ലോ ആയി, വളരെയധികം വേഗത കുറഞ്ഞു പറക്കുന്ന പക്ഷികളുണ്ട്, പറക്കാൻ പറ്റാത്ത പക്ഷികളുണ്ട്, അല്ലെ? അപ്പൊ അതിൽ തന്നെ വൈവിധ്യമേറിയ പക്ഷികളുണ്ട്. അപ്പൊ നമ്മളുടെ യങ് സീകളിന്റെ കൂടപ്പിറപ്പുകളെ പറക്കാൻ പഠിപ്പിക്കുകയാണ് അവരുടെ അച്ഛനും അമ്മയും ചെയ്യുന്നത്. ദെൻ ഹൗ ടു സ്കിം ദ വേവ്സ്. തിരമാലകളുടെ മുകളിലൂടെ എങ്ങനെ സ്കിം. വാട്ട്സ് ദ മീനിങ് ഓഫ് സ്കിം? തെന്നിമാറുക, എങ്ങനെ തെന്നിമാറാം. ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. എങ്ങനെ മീനിനെ പിടിക്കാം. ഇതൊക്കെ അച്ഛനും അമ്മയും
അവന്റെ കൂടപ്പിറപ്പുകളെ പഠിപ്പിക്കുന്ന കാഴ്ച വളരെയധികം സങ്കടത്തോടുകൂടി ആര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? നമ്മളുടെ പക്ഷി യങ് സീഗൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. He had in fact seen his older brother catch his first herring. വേറൊരു കാഴ്ച കണ്ടത് തന്റെ മൂത്ത സഹോദരൻ ആദ്യത്തെ കടൽ മത്സ്യത്തെ പിടിക്കുന്ന കാഴ്ച. ഹെറിങ് എന്താ അർത്ഥം? കടൽമീൻ. കടൽമീനിനെ പിടിക്കുന്ന കാഴ്ച. ആൻഡ് ഡിവോർ ഇറ്റ്, അതിനെ വിഴുങ്ങുന്ന കാഴ്ച കൂട്ടിലിരുന്ന് കണ്ടു. Standing on a rock, his parents circled round, raising a proud cackle. തന്റെ മകൻ ഇരയെ പിടിച്ച അഭിമാനത്തിൽ അച്ഛനും അമ്മയും അഭിമാനപൂർവം ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, കാക്കിൾ എന്താർത്ഥം? സീകൾ ഇടുന്ന ശബ്ദത്തിനെയാണ് എന്ത് പറയുന്നത്? കാക്കിൾ എന്ന് പറയുന്നത്. ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സർക്കിൾഡ് റൗണ്ട്. പറയുമ്പോൾ സർക്കിൾഡ് റൗണ്ട്, വട്ടം കറങ്ങുക. വട്ടം കറങ്ങുന്ന കാഴ്ചയും നമ്മളുടെ കടൽ പക്ഷി കൂട്ടിലിരുന്ന് കാണുകയാണ്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നോക്കൂ. ആൻഡ് ഓൾ ദ മോർണിംഗ്, അന്ന് രാവിലെ മുഴുവനും, ദി ഹോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് ഓൺ ദ ബിഗ് പ്ലാറ്റ്യൂ മിഡ്വേ ഡൗൺ ദ ഓപ്പോസിറ്റ് ക്ലിഫ്, laughing at his cowardice. എന്താ ചെയ്തത് കുടുംബം? അച്ഛനും അമ്മയും മറ്റു കൂടപ്പിറപ്പുകളും എന്ത് ചെയ്തു? സീകളിനെ ഒറ്റയ്ക്കാക്കി പോയി. എങ്ങോട്ട് പോയി? ദി ഹോൾ ഫാമിലി, മുഴുവൻ കുടുംബവും, വാക്ക്ഡ് അബൌട്ട് ഓൺ ദ ബിഗ് പ്ലാറ്റ്യൂ. പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ലാൻഡിനെയാണ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. സമതലം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഒരു വലിയ സമതല പ്രദേശത്തേക്ക് അവർ എല്ലാവരും, അച്ഛനും അമ്മയും മറ്റു കൂടപ്പിറപ്പുകളും പോയി. മിഡ് ഡേ ഡൗൺ ഓപ്പോസിറ്റ് ക്ലിഫ്, അവൻ താമസിക്കുന്ന ക്ലിഫ്. എന്താണ് ക്ലിഫ്? പാറക്കൂട്ടം. CLIFF, ക്ലിഫ്, പാറക്കൂട്ടം. അവൻ താമസിക്കുന്ന പാറക്കൂട്ടം. ആ പാറക്കൂട്ടത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സമതല പ്രദേശത്തിലാണ് അച്ഛനും അമ്മയും മറ്റു കൂടപ്പിറപ്പുകളും ഇവനെ ഒറ്റയ്ക്കാക്കി പോയത്. ലോഫിംഗ് അറ്റ് ഹിസ് കവാർഡൈസ്. എന്താണ് കവാർഡൈസ്? കവാർഡൈസ് എന്ന് പറഞ്ഞാൽ ഭീരുത്വം. COWARDICE, കവാർഡൈസ്, ഭീരുത്വം. ക്ലിഫ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ക്ലിഫ് എന്ന് പറഞ്ഞാൽ പാറക്കൂട്ടം ട്ടോ. അപ്പോ അവൻ താമസിക്കുന്നതിന്റെ എതിർദിശയിലായിട്ടുള്ള പാറക്കൂട്ടത്തിലാണ് അച്ഛനും, അവൻ താമസിക്കുന്ന പാറക്കൂട്ടത്തിന്റെ എതിർദിശയിലായിട്ടുള്ള സമതലത്തിലാണ് അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും താമസിക്കാൻ പോയത്. ഇവന്റെ ഭീരുത്വത്തെ കളിയാക്കിക്കൊണ്ട്. കവാർഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീരുത്വം. ഭീരുത്വത്തെ കളിയാക്കിക്കൊണ്ടാണ് അച്ഛനും അമ്മയും ഒക്കെ അവനെ ഒറ്റയ്ക്കാക്കി പോയത്. ഓക്കെ, അത്രയുമാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. അതിൽ നിന്നൊരു അനുബന്ധ ചോദ്യമുണ്ട്. എന്താ ചോദ്യം? How did the parents support and encourage the young seagulls, brothers and sisters? എന്താ ചോദ്യത്തിന്റെ അർത്ഥം? How did the parents, എങ്ങനെയാണ് അച്ഛനമ്മമാർ സപ്പോർട്ട് ആൻഡ് എൻകറേജ് യങ് സീഗൾസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, യങ് സീകളിന്റെ ചേട്ടന്മാരെയും അനുജത്തിയെയും, അതായത് യങ് സീകളിന്റെ കൂടെ പിറപ്പുകളെ അവന്റെ പാരന്റ്സ് എങ്ങനെ സപ്പോർട്ട് ചെയ്തു, എങ്ങനെ എൻകറേജ് ചെയ്തു? വാട്ട് യു മീൻ എൻകറേജ്? പ്രോത്സാഹിപ്പിക്കുക. എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞ്? അവരെ പറക്കാൻ പഠിപ്പിച്ചു അല്ലേ? The parents taught them. What do you mean taught? പഠിപ്പിച്ചു. എന്തിനു പഠിപ്പിച്ചു? How to fly. എങ്ങനെ പറക്കണം? How to make perfection in flying. പറക്കലിൽ എങ്ങനെയാണ് പെർഫെക്ഷൻ വരുത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു അല്ലെ? How to dive. എങ്ങനെ ഊളിയിട്ട് മീനിനെ പിടിക്കണം. How to dive for fish. How to skim the waves. തിരമാലകൾ മാറി മാറി വരുമ്പോൾ അതിലൂടെ എങ്ങനെ തെന്നി തെന്നി മാറാം എന്നത് പഠിപ്പിച്ചു. അങ്ങനെയാണ് അച്ഛനും അമ്മയും അവന്റെ കൂടപ്പിറപ്പുകളെ സപ്പോർട്ട് ചെയ്തു, എൻകറേജ് ചെയ്തു അല്ലെ? പക്ഷെ നമ്മുടെ യങ് സീകളിനെ എൻകറേജ് ചെയ്തോ? എൻകറേജ് ചെയ്തില്ല. എന്താ കാരണം? അവൻ പേടിത്തൊണ്ടനാണ്, അവൻ ഭീരുവാണ്. അപ്പൊ അവന്റെ ഭീരുത്വത്തെ കളിയാക്കിക്കൊണ്ട്, ഭീരുത്വത്തിന് എന്താ ഇംഗ്ലീഷ് വാക്ക് പഠിച്ച്? കവാർഡൈസ്. ഭീരുത്വത്തെ കളിയാക്കിക്കൊണ്ട് അച്ഛനും അമ്മയും അവനെ ഒറ്റയ്ക്കാക്കി, കൂടപ്പിറപ്പുകളും അവനെ ഒറ്റയ്ക്കാക്കി. ആ കൂട്ടിൽ നിന്നും അവർ വേറെ സ്ഥലത്തേക്ക് പോയി, ഇവനെ ഒറ്റയ്ക്കാക്കി. ഓക്കെ, അപ്പൊ അടുത്ത പാരാഗ്രാഫിലേക്ക് നോക്കാം. The sun was now ascending the sky, blazing warmly on his legs that faced the south. He felt the heat because he had not eaten since the previous nightfall.
The sun was now ascending the sky. സൂര്യൻ അങ്ങനെ പതുക്കെ ascending. What do you mean ascending? ഉയർന്നു വരിക. സൂര്യൻ ഉദിച്ചു വരുന്നതിനെയാണ് അവിടെ എന്ത് പറയുന്നത്? ascending. ASCENDING. നമ്മൾ ascending order, descending order ഒക്കെ പഠിച്ചിട്ടില്ലേ? ascending പറഞ്ഞ എന്താ അർത്ഥം? പൊങ്ങി വരിക. അപ്പൊ അങ്ങനെ സൂര്യൻ പതുക്കെ ഉയർന്നു വരികയാണ്. അതായത് സൂര്യോദയ സമയത്ത് ബ്ലേസിംഗ് വാർംലി ഹിസ് ലെഡ്ജ്, അവന്റെ കൂട്ടിൽ എന്ത് പതിക്കുന്നുണ്ട്? സൂര്യകിരണങ്ങൾ പതിക്കുന്നുണ്ട്. ബ്ലേസിംഗ് വാർംലി, വാർംലി പറഞ്ഞാൽ എന്താണ്? ചെറിയ ചൂട്. ബ്ലേസിംഗ് പറഞ്ഞാൽ പ്രകാശം തട്ടുക. അപ്പൊ ചെറിയ നനുത്ത പ്രകാശം, സൂര്യകിരണങ്ങൾ അവന്റെ കൂട്ടിൽ തട്ടുന്നുണ്ട്. ദാറ്റ് ഫേസ് ദ സൗത്ത്, അവന്റെ കൂടിന്റെ ദിശ ഏത് ഭാഗത്താണ്? സൗത്ത് ഡയറക്ഷനിലാണ് ഉള്ളത്. He felt the heat because, എന്താണ് he felt the heat? വളരെ ചെറിയ ചൂടേ ഉള്ളൂ, കൂട്ടിൽ വളരെ ചെറിയ ചൂടേ പതിക്കുന്നുള്ളൂ. പക്ഷെ അവന് ഭയങ്കര കഠിനമായ ഉഷ്ണം അനുഭവപ്പെട്ടു. He felt the heat. എന്താ കാരണം? Because he had not eaten since the previous nightfall. എന്താണ്? കഴിഞ്ഞ ദിവസം. പ്രീവിയസ്. എന്താ പ്രീവിയസ് അർത്ഥം? കഴിഞ്ഞ ദിവസം, തലേനാൾ. പ്രീവിയസ്. കഴിഞ്ഞ ദിവസം മുതൽ കൊണ്ട് അവൻ എന്ത് കഴിച്ചിട്ടില്ല? യാതൊരു തരത്തിലുള്ള ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഇത്രയും ദിവസം അവന്റെ അച്ഛനും അമ്മയും അവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. ഇപ്പൊ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാൻ ആൾക്കാരില്ല, അല്ലെ? അപ്പൊ കഴിഞ്ഞ ദിവസം തൊട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ആ ചെറിയ ചൂട് തന്നെ അവന് കനത്ത ചൂടായി അനുഭവപ്പെട്ടു എന്നാണ് വാചകത്തിന്റെ അർത്ഥം. Once more I will read that sentence. He felt the heat. അവന് കഠിനമായ ചൂട് അനുഭവപ്പെട്ടു. Because, എന്തുകൊണ്ടെന്നാൽ he had not eaten since the previous nightfall. കഴിഞ്ഞ രാത്രി മുതൽ കൊണ്ട് അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നതാണ് കാരണം. Then he found a dried piece of mackerel's tail at the far end of his ledge. അപ്പോഴാണ് അവന്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. എന്താ അവൻ കണ്ടത്? He had found a dried piece of mackerel's tail. മാക്കറൽ എന്ന് പറയുന്നത് ഒരു സീ ഫിഷ് ആണ്, കടൽ മത്സ്യത്തിന്റെ പേരാണ് മാക്കറൽ കേട്ടോ. MACKREL. മാക്കറൽ എന്ന് പറയുന്നത് ഒരു കടൽ മത്സ്യത്തിന്റെ പേരാണ്. അപ്പൊ ഈ കടൽ മത്സ്യത്തിന്റെ, മാക്കറൽ എന്ന് പറയുന്ന ആ കടൽ മത്സ്യത്തിന്റെ ഒരു ഉണങ്ങിയ വാൽകഷ്ണം, ഉണങ്ങിയ തിന്നാൻ കൊള്ളില്ല, ആ ഉണങ്ങിയ വാൽകഷ്ണം എവിടെ കിടപ്പുണ്ട്? അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ഹിസ് ലെഡ്ജ്. അവൻ താമസിക്കുന്ന ആ കൂടിന്റെ ഏറ്റവും അറ്റത്ത്, ആ പാറ ഇടുക്കിന്റെ ഏറ്റവും അറ്റത്ത് ഈ മാക്കറലിന്റെ ഒരു ഉണങ്ങിയ കഷ്ണം കിടപ്പുണ്ട്. Now there was not a single scrap of food left. കൂട്ടിൽ എന്തില്ല? സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് പറഞ്ഞ എന്താണ്? ഒരു തരി ഭക്ഷണം പോലും കൂട്ടിലില്ല തിന്നാൻ. അവൻ എല്ലാവരുടെയും അരിച്ചു പറക്കി, ഒരു തരി ഭക്ഷണം പോലും കിട്ടാനില്ല. അവന് കിട്ടിയത്, അവൻ കണ്ടത് എന്താണ്? ഒരു ഉണങ്ങിയ മീൻ കഷ്ണം. അതും എങ്ങനെയുള്ള മീൻ കഷ്ണം? വാൽ ഭാഗമാണ്. മാക്കറൽ ടെയിൽ, മാക്കറലിന്റെ വാൽ ഭാഗമാണ് ഉണങ്ങിയ രീതിയിൽ കണ്ടത്. He had searched every inch. What do you mean by searching? അന്വേഷിക്കുക. Every inch, ഓരോ ഇഞ്ചും അവൻ മണത്ത് 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 അന്വേഷിച്ചു. Rooting among the rough dirt-caked straw nest where he and his brothers and sister had been hatched. എവിടെ വരെ അവൻ അന്വേഷണം നടത്തി? റൂട്ടിംഗ്. What do you mean rooting? റൂട്ടിംഗ് പറഞ്ഞാൽ വളരെ കാര്യമായി തേടുന്നതിനാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്, അല്ലാണ്ട് വേര് പിടിക്കലല്ല. ഓക്കെ, അപ്പൊ വളരെ കാര്യമായി അന്വേഷണം ഏതിൽ നടത്തി? among the rough, ROUGH, റഫ് പരിപരുത്ത, മോശമായി കിടക്കുന്ന. അപ്പൊ ആ റഫ് ആയിട്ടുള്ള ഡർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ്. എന്താ ഡർട്ട് കേക്ക്ഡ്? അഴുക്ക് പുരണ്ട് വൃത്തിയായി കിടക്കുന്ന സ്ട്രോ നെസ്റ്റ്, വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച കൂട്. അതായത് അച്ഛനും അമ്മയും ഈ കുഞ്ഞുമക്കളെ വിരിയിച്ചുണ്ടാക്കാൻ എവിടെയാണോ വിരിയിച്ചുണ്ടാക്കിയത് ആ നെസ്റ്റ്, ഓക്കെ, ആ വൈക്കോൽ കൂട്, where he and his brothers and sister had been hatched. Hatch പറഞ്ഞ എന്താണ്? മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന പ്രോസസ്സിനാണ് ഇംഗ്ലീഷിൽ എന്ത് പറയാ? ഹാച്ചിങ് എന്ന് പറയാം. ഓക്കെ, HATCH, hatch. അപ്പൊ അങ്ങനെ ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന സ്ഥലത്തിനെയാണ്, പ്രോസസ്സിനാണ്, പ്രക്രിയക്കാണ് എന്ത് പറയാ? ഹാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ മുട്ട എവിടെയാണോ വിരിഞ്ഞത് ആ വൃത്തികേടായി കിടക്കുന്ന ആ വൈക്കോൽ കൂട്ടിൽ അവൻ തിരച്ചിൽ നടത്തി. അവിടെയാണ് അവന്റെ അമ്മ ആ മുട്ടയൊക്കെ അടയിരുന്ന് വിരിയിച്ച സ്ഥലം. ഓക്കെ,
അതിൽ തെരച്ചിൽ നടത്തിയപ്പോ എന്ത് കണ്ടു? He even gnawed at the dry pieces of eggshell. What do you mean by gnaw? G-N-A-W-E-D. G-N-A-W-E-D. Gnawed എന്ന് പറഞ്ഞാൽ എന്താണ്? ചവയ്ക്കുക, കടിക്കുക എന്നർത്ഥം. അവൻ എന്തുപോലും തിന്നേണ്ട അവസ്ഥയിലായി. ഡ്രൈഡ് പീസസ് ഓഫ് എഗ്ഷെൽ. അവൻ മുട്ട വിരിഞ്ഞാണല്ലോ പുറത്തു വരുന്നത് പക്ഷിക്കുഞ്ഞുങ്ങൾ. ആ ഏത് മുട്ടയിൽ നിന്നാണോ അവൻ വിരിഞ്ഞ് പുറത്തേക്ക് വന്നത്, ആ മുട്ടയുടെ തൊണ്ട് തന്നെ അല്ലെങ്കിൽ തോട് തന്നെ തിന്നേണ്ട അവസ്ഥയിലായി അവൻ. ഓക്കെ, അതെങ്ങനെയാണ് ഓദർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ലയം ഓഫ് ഫ്ലാഹർട്ടി ആണ് ഓദർ, അല്ലെ? ഈ കഥ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം ഇത് പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അത് എന്തിനു തുല്യമായിരുന്നു? അവൻ അവനെ തന്നെ തിന്നുന്നതിന് തുല്യമായിരുന്നു എന്നാണ്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അവന്റെ പകുതിയെ തന്നെയാണ് അവൻ തിന്നുന്നത്. അതായത് അവൻ അതിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്, അല്ലെ? ആ എഗ്ഗ് വിരിഞ്ഞാണ് അവൻ പുറത്തേക്ക് വന്നത്. നിവർത്തികേട് കൊണ്ട് അവൻ അത് തന്നെ ഭക്ഷിക്കേണ്ട അവസ്ഥയിലായി. It was like eating a part of himself. Okay, ഒന്നുകൂടി ഞാൻ വായിക്കാം. The sun was now ascending the sky. Ascending നമ്മൾ എഴുതിയില്ലേ? Ascending എന്താണ്? Ascending മുകളിലേക്ക് വരിക. സൂര്യൻ അങ്ങനെ ഉദിച്ച് മുകളിലേക്ക് വരികയാണ്. സൂര്യകിരണങ്ങൾ വരുന്നതേ ഉള്ളൂ. Blazing warmly on his ledge. അവന്റെ കൂട്ടിൽ ചെറിയ ചൂട് പതിക്കുകയാണ്. That faced the south. എന്താണ് സൗത്ത്? ഏതാണ് ഡയറക്ഷൻ? സൗത്ത് ഏതാ ഡയറക്ഷൻ? എന്താ മലയാളത്തിൽ പറയാ സൗത്ത്? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തന്നിരുന്നു. 1 സെക്കൻഡ്. സൗത്ത് ഏതാ ഡയറക്ഷൻ? തെക്ക് ദിശയ്ക്കാണ്. തെക്ക് ആണത് സൗത്ത് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? സൗത്ത്, തെക്ക് ദിശ. ഇനി വടക്ക് ഭാഗത്തിന് എന്ത് പറയും? നോർത്ത്, അല്ലെ? ഇനി കിഴക്ക് ഭാഗത്തിന് എന്ത് പറയും? ഈസ്റ്റ്. പടിഞ്ഞാറ് ഭാഗത്തിന് എന്ത് പറയും? വെസ്റ്റ്, അല്ലെ? സൗത്ത് പറഞ്ഞാൽ തെക്ക്, വെസ്റ്റ് പറഞ്ഞാൽ പടിഞ്ഞാറ്. അറിയില്ലെങ്കിൽ മലയാളം എഴുതി വെക്കുക കേട്ടോ. നോർത്ത് പറഞ്ഞാൽ വടക്ക്, ഈസ്റ്റ് പറഞ്ഞാലോ കിഴക്ക്, അല്ലെ? അപ്പൊ ഇതിന്റെ ഈ വാക്കുകളിൽ നിന്നും നമ്മൾക്ക് ഒരു വാക്ക് വരുന്നുണ്ട്. എന്താ നോക്കൂ, ESNW എന്നുള്ള ഈ വാക്ക് ജംബിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് ജംബിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്. ESNW എന്നുള്ള വാക്ക്. ഇത് നേരെ നമ്മൾ പെറുക്കി വെക്കുകയാണെങ്കിൽ ഇതിന് നമുക്കൊരു വാക്കുണ്ടാക്കാം. എന്താ വാക്ക്? ന്യൂസ്. NEWS, ന്യൂസ്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, അല്ലെ? അപ്പൊ നമ്മൾ കേൾക്കുന്ന വാർത്തകൾക്ക് ന്യൂസ് എന്ന് പേര് വരാൻ കാരണം എന്താണ്? 4 അതിരുകളെ പറ്റിയുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. ടിവിയിലൂടെ നമ്മൾ കാണാറുണ്ട്, പത്രത്തിൽ നമ്മൾ വായിക്കാറുണ്ട്, അല്ലെ? അപ്പൊ 4 അതിരുകളെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ എന്തിനെയാണ്? വടക്ക്, നോർത്ത്. ഈസ്റ്റ് എന്താണ്? പടിഞ്ഞാറ്. വെസ്റ്റ്, ഈസ്റ്റ് എന്താണ്? കിഴക്ക്. വെസ്റ്റ് എന്താണ്? പടിഞ്ഞാറ്. എസ് എന്താണ്? തെക്ക്, സൗത്ത്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇതാണ് ന്യൂസ്. ഓക്കെ. അപ്പൊ നമ്മൾ തെക്ക് ദിശയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിലേക്ക് പോയി എന്നേ ഉള്ളൂ. ഇതും പാഠവുമായി ബന്ധമില്ല, പക്ഷെ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ. അപ്പൊ നമ്മളുടെ യങ് സീകളിന്റെ കൂട്ടിൽ എന്ത് പതിക്കുന്നുണ്ട്? കുറേശ്ശെ സൂര്യപ്രകാശം വീഴുന്നില്ല എന്ന് സംശയമേ ഉള്ളൂ. പക്ഷെ യങ് സീകളിന് എന്താണ്? ഭയങ്കര ചൂട് അനുഭവപ്പെടും. എന്താ കാരണം? He had not eaten since the previous nightfall. കഴിഞ്ഞ ദിവസം മുതൽ കൊണ്ട് അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. നമ്മൾക്കറിയാം, നമ്മൾ വിശന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വിശന്നു കഴിഞ്ഞാൽ എത്ര കഠിനമായ തണുപ്പാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും നമ്മൾക്ക് ആകെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടും,
അല്ലെ? ആ അസ്വസ്ഥതയാണ് ഈ ചൂടായി ഇവിടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ അവന് ഭയങ്കര അസ്വസ്ഥതയാണ്, ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നു. ദെൻ ഹി ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്കറൽ സ്റ്റെയിൽ. അവൻ എന്തിന്റെ കഷ്ണം കണ്ടു? മാക്കറൽ എന്ന് പറയുന്ന ഒരു സീ ഫിഷ്, അല്ലെ? മാക്കറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സീ ഫിഷ് ആണ്, കടൽ മീനാണ്. ആ കടൽ മീനിന്റെ ഉണങ്ങിയ വാൽഭാഗം അവൻ താമസിക്കുന്ന ആ പാറയിടുക്കിന്റെ അറ്റത്ത് കണ്ടു. Now there was not a single scrap of food left. ഒരു തരി ഭക്ഷണം പോലും പിന്നെ അവിടെ അവശേഷിച്ചിട്ടില്ല. He had searched every inch. ഓരോ ഇഞ്ചായി അവൻ അന്വേഷണം നടത്തുകയാണ്. Among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. എവിടെയാണ് തെരച്ചിൽ നടത്തുന്നത്? ഹാച്ചിങ് എന്താ അർത്ഥം പറഞ്ഞ്? മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന പ്രോസസ്സിനെയാണ് ഇംഗ്ലീഷിൽ എന്ത് പറയുന്നത്? ഹാച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ താനും തന്റെ കൂടപ്പിറപ്പുകളും എവിടെ നിന്നാണോ, ഏത് മുട്ട വിരിഞ്ഞാണോ പുറത്തു വന്നത്, ആ വൈക്കോൽ കൂട്ടിന്റെ ഉള്ളിൽ, സ്ട്രോ നെസ്റ്റ്, ആ വൈക്കോൽ കൂട്ടിന്റെ ഉള്ളിൽ പരതി നോക്കി, അവൻ തെരഞ്ഞു നോക്കി. ഓക്കെ, ഹി ഈവൻ ഗ്നോഡ്. വാട്ട് യു മീൻ ഗ്നോയിങ്? ഗ്നോയിങ്, ചവയ്ക്കുക. അവൻ എന്തുപോലും തിന്നേണ്ട അവസ്ഥയിലായി. അറ്റ് ദ ഡ്രൈഡ് പീസസ് ഓഫ് എക്ഷൽ, ആ ഉണങ്ങിയ മുട്ടത്തൊണ്ട് തിന്നേണ്ട അവസ്ഥയിലായി അവൻ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് പറയുന്നു? ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. താൻ സ്വയം തന്റെ പാതിയെ തന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്, സ്വയം തന്നെയാണ് തിന്നുന്നത് എന്നതാണ് ആ ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ് എന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ മക്കളെ? അപ്പൊ ഇതിൽ നിന്നും വരുന്ന ചോദ്യം, സൈറ്റ് an instance which shows the pathetic condition of the young bird. എന്താ നമ്മുടെ ചോദ്യം? ഒരു ഇൻസ്റ്റൻസ്, ഒരു സംഭവം എടുത്തു കാണിക്കാൻ. എന്താണ്? ഷോസ് ദ പാത്തറ്റിക് കണ്ടീഷൻ ഓഫ് യങ് ബേർഡ്. നമ്മളുടെ യങ് സീകളിന്റെ, കടൽ പക്ഷിയുടെ ദയനീയമായ അവസ്ഥ. വാട്ട് മീൻ ബൈ പാത്തറ്റിക് കണ്ടീഷൻ? ദയനീയ അവസ്ഥ. ആ ദയനീയ അവസ്ഥ സൂചിപ്പിക്കുന്ന ഒരു സംഭവം എടുത്തു കാണിക്കാനാണ് പറയുന്നത്. അപ്പൊ എന്ത് സംഭവം? ഇതിൽ കൂടി ദയനീയമായ സംഭവം എന്നാണ് ഒരു കുഞ്ഞു പക്ഷിക്ക്, അല്ലെ? തിന്നാൻ കിട്ടുന്നില്ല. നമ്മളുടെ യങ് സീഗൾ വാസ് സ്റ്റാർവിംഗ് ഇൻ ഹിസ് ലെഡ്ജ്. അവൻ അവന്റെ കൂട്ടിൽ ഒറ്റയ്ക്കാണ്. ദി ഹോൾ ഫാമിലി ലെഫ്റ്റ് ഹിം അലോൺ. മുഴുവൻ കുടുംബവും അവനെ ഒറ്റയ്ക്ക് വിട്ടു. ഹി കുഡ് നോട്ട് ഫ്ലൈ, അതർവൈസ് വി ക്യാൻ സേ ഹി വാസ് നോട്ട് ഹാവിംഗ് ഇനഫ് കറേജ് ടു ഫ്ലൈ. അവൻ എന്തില്ല? പറക്കാനുള്ള ധൈര്യം പോരാ. സോ വെൻ ഹി വാസ് അട്ടർലി ഹംഗ്രി, അവന് വളരെയധികം വിശപ്പ് തോന്നിയപ്പോൾ he searched everywhere in his ledge. അവൻ താമസിക്കുന്ന കൂട്ടിൽ എല്ലായിടത്തും അവൻ തെരച്ചിൽ നടത്തി. he couldn't find anything. അവനൊന്നും കാണാൻ സാധിച്ചില്ല. at last he gnawed the eggshell from which he came out. അവൻ എന്തിൽ നിന്നാണോ പുറത്തു വന്നത്, അല്ലെങ്കിൽ from which he born, അവൻ എന്തിൽ നിന്നാണോ ജന്മമെടുത്തത്, ആ മുട്ടത്തൊണ്ട് തന്നെ അവന് തിന്നേണ്ട അവസ്ഥയിലായി. that was eating a part of himself. അത് അവനെ തന്നെ തിന്നുന്നതിന് തുല്യമായിരുന്നു. അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഈ 2 പാരഗ്രാഫേ എടുക്കുന്നുള്ളൂ. നമ്മൾ പതുക്കെയാണ് മുമ്പിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. സൈഡിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ആൻസർ ചെയ്ത് തരും. ഇതൊപ്പം പറഞ്ഞു തരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ എഴുതി തരും. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതി കൊടുക്കാറുണ്ട്. അതിനോട് അനുബന്ധമായ വർക്കുകൾ കൊടുക്കാറുണ്ട്, ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ പാഠത്തിൽ നിന്നും നമ്മൾക്ക് സാധാരണ വരാറുള്ള ചോദ്യം, റൈറ്റ് ദ റിവ്യൂ ഓഫ് ദ ലെസൺ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. പിന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് സന്ദർഭം വിവരിക്കാൻ വരാറുണ്ട്. അതായത് ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ നിന്ന് സെന്റൻസുകൾ തരും. ആ സെന്റൻസിന്റെ സന്ദർഭം എന്താണ് അത് വിവരിക്കാൻ പറഞ്ഞു വരാറുണ്ട് ചോദ്യങ്ങൾ. സാധാരണയായി നമ്മൾക്കറിയാം, നമ്മൾക്ക് ആത്മവിശ്വാസം കുറവാണെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെ? അപ്പൊ അത്തരം ചില സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അപ്ലിക്കബിൾ ലെവൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. നമ്മൾ പഠിക്കുന്ന ഈ ഇംഗ്ലീഷ് കോഴ്സ് എങ്ങനെയാന്ന് പറയുമ്പോൾ അത് സമകാലീന സമൂഹവുമായി ബന്ധപ്പെടുത്തി, നമ്മൾ ജീവിക്കുന്ന സമൂഹവുമായി ബന്ധപ്പെടുത്തി അതിൽ നിന്നും അടർത്തിയെടുത്ത് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കരകയറാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ആരാണ് ആത്മവിശ്വാസം തരുന്നത്? അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ വരും. അതൊക്കെ നമ്മൾ എഴുതി തരും കേട്ടോ. അപ്പൊ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഈ കഥ മാത്രം മനസ്സിലാക്കിയാൽ മതി. നന്നായി 2 പാരഗ്രാഫും 4 പാരഗ്രാഫും ഒത്തെടുത്തു കഴിഞ്ഞു. നന്നായി മക്കളെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിക്കും, വായിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. താങ്ക് യു ചിൽഡ്രൻ. ടേക്ക് കെയർ.